മന്ത്രങ്ങളുടെ മന്ത്രം ഗായത്രി മന്ത്രം നിത്യവും ജപിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ഗായത്രി മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. മന്ത്രങ്ങൾ ശക്തിയുടെ ഉറവിടമാണ്. മന്ത്രം എന്നാൽ മനസ്സിനെ ത്രാണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. നിത്യവും ജപിക്കേണ്ട ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. മന്ത്രരാജൻ, മന്ത്രങ്ങളുടെ മന്ത്രം എന്നെല്ലാം പ്രകീർത്തിക്കുന്ന ഗായത്രി മന്ത്രം നിത്യേന 2 നേരവും 108 പ്രാവശ്യം ജപിക്കുന്ന വ്യക്തിക്ക് അനന്തമായ ദേവീ കടാക്ഷവും ദൈവാധീനവും ഉണ്ടാവും. ശൈവ വൈഷ്ണവപരമായ മറ്റെല്ലാ മന്ത്രങ്ങളും ഗായത്രിക്ക് താഴെ എന്ന് കണക്കാക്കുമ്പോൾ ഗായത്രി ദേവിയുടെ പ്രാധാന്യം കൂടുതൽ എടുത്തു പറയപ്പെടുന്നതാണ്. അത്രയ്ക്കും പ്രാധാന്യമേറിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോട്ടും ദർശനമായി ഇരുന്ന് നിലവിളക്ക് കൊളുത്തി വെച്ച് വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ. നെയ്വിളക്ക് കൊളുത്തിയാൽ കൂടുതൽ ഉത്തമം. പൂജാമുറിയിലോ അത്രയും പരിശുദ്ധമായ മറ്റ് സ്ഥലങ്ങളിലോ ഇരുന്ന് വേണം ജപിക്കാൻ. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം. അതായത് മന്ത്രങ്ങളിൽ അത്രയും ശ്രേഷ്ഠമേറിയ മന്ത്രമാണ്. ഓം ഘം ഗണപതിയെ നമ എന്ന് ജപിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം ഗായത്രി മന്ത്രം കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കണം. 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കണം. ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഭൂർ ഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ഗായത്രി മന്ത്രം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മന്ത്രങ്ങളുടെ മന്ത്രം, മന്ത്രരാജൻ, എല്ലാ മന്ത്രങ്ങളുടെയും മാതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന അത്രയും സവിശേഷതയേറിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. നിത്യവും ജപിക്കുക. ഈ മന്ത്രം സൂര്യദേവനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. സൂര്യദേവനോടുള്ള ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ നിത്യവും ജപിക്കുക. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപത്ഘട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാഠവും വർദ്ധിപ്പിക്കുന്നതിനും ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. നിത്യവും രാവിലെയും വൈകിട്ടും കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കുക. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ദൈവാധീനം കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.